നമ്മുടെ ഓണം എക്സാമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ടഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള മക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിചാരിച്ച പോലെ നല്ല മാർക്ക് എത്താൻ പറ്റാത്ത മക്കളുണ്ടായിരിക്കും. അപ്പോൾ ഇനി ആ കഴിഞ്ഞ കാര്യം ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വാട്ട്സ് നെക്സ്റ്റ്? ഇനി അടുത്തതായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന മാറ്റങ്ങളായി കഴിഞ്ഞാലും ഇനി ടഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ കോൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഓരോ ക്വസ്റ്റ്യൻസിനെയും കാറ്റഗറൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഈസി ക്വസ്റ്റ്യൻ എന്നോ മീഡിയം ക്വസ്റ്റ്യൻ എന്നോ ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇനി ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് എൻ്റെ മക്കൾ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ് 6 യുവ ബാച്ച് ഉള്ളത്. സോ നമ്മുടെ യുവ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു യുവ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഓരോ ടീച്ചേഴ്സും ലൈവ് ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ലൈവ് ചാറ്റിലൂടെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നാമത്തെ മെറിറ്റ്. ഇനി രണ്ടാമതാണ്, ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ആ ഒരു ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ലൈവ് ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത്, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത്, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ആ ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമതാണ് വർക്ക്ഷീറ്റ്. അതായത് നിങ്ങൾക്ക് മാറിയ സിലബസും കാര്യങ്ങളാണ്. അപ്പോൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കുറേ അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്ക്ഷീറ്റ് ഉള്ളത്. ഇനി ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ PDF നോട്ട് കൂടി അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇനി വെറുതെ നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള നോട്ട് PDF നോട്ടും കൂടി നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ യുവ ബാച്ചിലുള്ളത്. ഈ ഫീച്ചേഴ്സ് മതി നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു യുവ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 1899 റുപ്പീസ് ആണ്. സോ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മിസ് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇനി ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കുറേ അധികം വേറെ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. മാക്സിമം നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫൈനൽ എക്സാം ആയില്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഓണം എക്സാമിന് നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചു, ക്രിസ്മസ് എക്സാമിന് കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചു. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് എക്സാംസ് നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഫൈനൽ എക്സാം കുറേം കൂടി ഈസി ആയിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 6ാം ക്ലാസ് കഴിയുന്നത് വരെ നമ്മുടെ ബാച്ച് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കൊല്ലത്തിൻ്റെ ഫീസാണ് എന്തെന്ന് പറയുന്നത് 1899 റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സസ് ഒക്കെ കിട്ടുമോ എന്ന് ഡൗട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് ആ ചാപ്റ്റേഴ്സ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, സോ എക്സാം വിന്നറിനൊപ്പം പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ യുവ ബാച്ചിൽ ചേർന്ന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ വേഗം ഡിസംബർ എന്ന് പറയുന്ന മന്ത് ആവും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ആവും. അവസാന സമയത്തോട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം സ്ട്രെസ്സും കാര്യങ്ങളായിരിക്കും. സോ ഓരോ എക്സാമിനും നല്ല റിലാക്സോടെ പഠിക്കാൻ വേണ്ടിയിട്ട്, കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ അടിപൊളിയായിരിക്കുക, ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം വിന്നർ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.